സുപ്രധാനമായ സർക്കാർ കരാറുകൾ നേടിയെടുക്കാൻ ചെയർമാൻ ഗൗതം അദാനി $250 മില്യൺ കൈക്കൂലി നൽകിയെന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രോസിക്യൂട്ടർമാരുടെ ആരോപണം തള്ളി അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രീനിന്റെ ഡയറക്ടർമാർക്കെതിരെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്നിവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും നിഷേധിക്കുന്നതുമാണെന്ന് അദാനി കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. അദാനി ഗ്രീൻ എനർജിക്കും മറ്റൊരു കമ്പനിക്കും 12 ഗിഗാവാട്ടിന്റെ സൗരോർജ്ജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി കൊടുത്തെന്നും ഈ പദ്ധതി വഴി 20 വർഷം കൊണ്ട് $200 കോടി ലാഭമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടെന്നുമാണ് US പ്രോസിക്യൂട്ടർമാരുടെ പ്രധാന ആരോപണം. കുറ്റപത്രത്തിലേത് ആരോപണങ്ങളാണെന്നും കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ പ്രതികൾ നിരപരാധികളാണെന്ന് കരുതപ്പെടുന്നുവെന്നും അദാനി ഗ്രൂപ്പ് വക്താവ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം അറസ്റ്റ് വാറന്റ് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്ന് തകർച്ചയിലേക്കെത്തി. വ്യാപാരം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ഒട്ടുമിക്ക അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളും തകർന്നടിഞ്ഞു. മുഖ്യ കമ്പനിയായ അദാനി എന്റർപ്രൈസ് 10%, അദാനി എനർജി സൊല്യൂഷൻസ് 20% ഇടിഞ്ഞു. അദാനി ഗ്രീൻ എനർജി 18.54%, അദാനി പവർ 15.86%, അദാനി ടോട്ടൽ ഗ്യാസ് 18.15%, അംബുജ സിമന്റ് 15%, NDTV 10% എന്നിങ്ങനെയാണ് കൂപ്പുകുത്തിയത്. അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം സംബന്ധിച്ച് പുനഃപരിശോധനയ്ക്ക് GQG പാർട്ട്നേഴ്സ് തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട്. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ നിക്ഷേപകൻ രാജീവ് ജെയിൻ നയിക്കുന്ന സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപക സ്ഥാപനമാണ് GQG. അദാനിക്കെതിരെ US കേസെടുത്തതിന് പിന്നാലെ ഓസ്ട്രേലിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ GQGയുടെ ഓഹരി വില 9.85% ഇടിഞ്ഞിരുന്നു.